മാറഞ്ചേരിയിൽ മൈത്രി വായനശാലയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണവും വൃക്ഷത്തൈ വിതരണവും സംഘടിപ്പിച്ചു. ലൈബ്രറി കൌൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വാസുദേവൻ നമ്പൂതിരി പരിസ്ഥിതി ദിനാചരണവും വൃക്ഷത്തൈ വിതരണവും ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് A.T. അലി അധ്യക്ഷത വഹിച്ചു. വായനശാല രക്ഷാധികാരി മികച്ച കർഷകനുമായ അബൂബക്കർ വടമുക്ക് പരിസ്ഥിതി സംരക്ഷണം മനുഷ്യപുരോഗതിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അനിവാര്യമാണെന്നും അതിനെ അവഗണിച്ചുള്ള മുന്നോട്ടുള്ള യാത്ര ഏറെ അപകടം നിറഞ്ഞതാണെന്നും പ്രസംഗത്തിൽ പറഞ്ഞു. ചെടികളും തൈകളും ഒക്കെ എല്ലാ പ്രദേശത്തും വെച്ചുകൊണ്ട് ഈ ദിനം ആചരിക്കാറുണ്ട്. ആദ്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ ദിനം ഇങ്ങനെ ആചരിക്കപ്പെടുമ്പോൾ തന്നെ നാം അതിൻ്റെ ഒരു മാസം കഴിഞ്ഞാൽ അതിൻ്റെ രൂപം എന്തായി എന്ന് നാം ആരും വെക്കുന്ന ഞങ്ങളടക്കമുള്ളവർ ആലോചിക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു 10 വർഷം വെച്ചിട്ടുള്ള തൈകളുടെ എണ്ണം നോക്കിയാൽ ഇവിടെ വലിയ വന സംരക്ഷണ മേഖലയായി മാറാൻ കഴിയുന്ന അത്രയും കൂടുതൽ വൃക്ഷങ്ങളും തൈകളും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് സംരക്ഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി വേണം പ്രത്യേകിച്ച് ലൈബ്രറി കൗൺസിലും വായനശാലകളൊക്കെ തന്നെ പ്രവർത്തിക്കാൻ എന്നുള്ള ഒരു അഭിപ്രായമാണ് നമുക്കുള്ളത്. നമ്മുടെ മാറഞ്ചേരി പഞ്ചായത്ത്, നമ്മൾ കൂടുതൽ പുറത്തേക്ക് പോകാതെ തന്നെ പറയുകയാണ്, മാറഞ്ചേരി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരിക്കലും ഒരു വെള്ളപ്പൊക്കമോ ഒരു പ്രകൃതി ദുരന്തമോ സ്വാഭാവികമായും ഉണ്ടാവാൻ കഴിയാത്തൊരു പ്രദേശമാണ്, ഉണ്ടാവേണ്ടാത്ത പ്രദേശമാണ്. മാറഞ്ചേരി അധികാരിപ്പടിയിൽ ഷുക്കൂർ മന്നയങ്ങളിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് വായനശാല പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ രക്ഷാധികാരി അബൂബക്കർ വടമുക്ക് വൃക്ഷത്തൈകൾ നട്ടു. സെക്രട്ടറി സലാം മലയംകുളത്തിൽ, CT സലീം, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കരീം ഇല്ലത്തിൽ, രുദ്രൻ വാര്യത്ത്, രമേശ് അമ്പാരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. NCV ന്യൂസ് മാറഞ്ചേരി. 1000 വിവാഹങ്ങൾക്ക് ഒരേയൊരു ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.